ഹായ് നമസ്കാരം, ഫാസിലാണ്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ മാവുകളിലൊക്കെ പെയിന്റ് അടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പലരും ചോദിക്കുന്നതാണ് ഇതെന്തിനാണ് ഇത് മാവിൽ പെയിന്റ് അടിക്കുന്നത് എന്നുള്ളത്. അത് ഇതൊരു തണുപ്പ് കാലമാണല്ലോ. അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്താണ് മാവ് പോലത്തെ ചെടികളിലൊക്കെ ഈ നീര് പൊട്ടിയൊലിക്കുന്ന അസുഖം വരല്. പക്ഷേ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് നീര് ഒലിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നീര് പൊട്ടി ഒലിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ കൊമ്പുകൾ ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ തണുപ്പ് കാലത്താണ് കാണാം, മാവുകളിലൊക്കെ കാണാം. അപ്പോൾ അതിന് നമ്മൾ തണുപ്പ് കാലം തുടങ്ങുന്ന ടൈമിലാണ് നമ്മളിത് ഇങ്ങനെ പെയിന്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പെയിന്റ് അടിച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ബോഡോമിശ്രിതമാണ് കേട്ടോ. അയച്ചാൽ കോപ്രോക്സി ക്ലോറൈഡ് ഫംഗിസൈഡ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന കോപ്രോക്സി ക്ലോറൈഡ് നമ്മളിപ്പോൾ പ്രൂൺ ചെയ്താലൊക്കെ തേച്ച് കൊടുക്കല്ലോ. അപ്പോൾ ഇപ്പോൾ ബോഡോമിശ്രിതം നമുക്ക് സാഫ് ആണെങ്കിൽ സാഫ് ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം തണുപ്പ് കാലം തുടങ്ങുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തണ്ടിലൊക്കെ ആയിട്ട് നമ്മളിത് ഇങ്ങനെ പെയിന്റ് പോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക, ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. താഴെ മുതൽ തന്നെ അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ബഡ് ചെയ്ത അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മളിത് പെയിന്റ് പോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വർഷത്തിലൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ചെയ്ത് കൊടുക്കുന്ന മാവുകളിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മാവിന് മാത്രമല്ല ഏത് തരം ചെടികളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ തണ്ടിലൊക്കെ നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ചാൽ പലരും ചോദിക്കും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് മഴ പെയ്താലോ അല്ലെങ്കിൽ നനഞ്ഞാലോ ഇത് ഒലിച്ചു പോകില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം ഫെവിക്കോൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഫെവിക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മരം ഒട്ടിക്കുന്ന ഫെവിക്കോൾ കണ്ടിട്ടില്ലേ, വൈറ്റ് കളറിലുള്ള അതൊരു അല്പം എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ എല്ലാ ജോയിൻറ്റിലും അതായത് ഇങ്ങനെ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മളിതിങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നീര് പൊട്ടി ഒലിക്കുന്നത് മാത്രമല്ല നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുക. കാരണം നമ്മളെ ചെടിയിൽ ഫംഗൽ ഇൻഫെക്ഷന് വരാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് മാത്രമല്ല നമുക്കൊരു വർഷത്തിലൊരു 3 തവണ ഒക്കെ നമ്മൾ ഇത് എല്ലാ ചെടിയിലും തണ്ടിലും ഒക്കെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ.